അല്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു പണിക്കും പോകാതെ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോയി. അപ്പൊ നീ കൊണ്ട് ചെലവിന് ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. യൂട്യൂബേഴ്സിനെതിരെ, അതായത് റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന യൂട്യൂബേഴ്സിനെതിരെ രൂക്ഷ വിമർശനവുമായി രേണു സുധി രംഗത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, ഈ ചേച്ചി തന്നെ ഈ നാഴികയ്ക്ക് 40 വട്ടം ഈ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രേണു സുധി ഇല്ലായിരുന്നെങ്കിൽ ഈ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവർ എന്തോ ചെയ്തേനെ. ഈ രേണു സുധിയെ വെച്ചിട്ട് അവർ കഞ്ഞു കുടിച്ചു പോകുന്നത്, എൻ്റെ റീച്ച് കൊണ്ടിട്ട് അവർ ജീവിച്ചു പോകുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറയുന്ന രേണു സുധി റിയാക്ഷൻ ചാനലിൻ്റെ പേര് പറഞ്ഞ് 2-3 റീലുകൾ അടുപ്പിച്ചങ്ങ് ഇടുക. അങ്ങനെയാണെങ്കിൽ നമുക്കും തിരിച്ചു ചോദ്യം ചോദിക്കാമല്ലോ, റിയാക്ഷൻ ചാനൽ വെച്ചിട്ടല്ലേ രേണു സുധി കഞ്ഞു പിടിച്ചു പോകുന്നത്? നിങ്ങൾ തന്നെ പറ. ഇതിനെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം. കാരണം രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞ ഈ ചേച്ചിയാണെങ്കിൽ ചില സമയം വന്നിട്ട് മറ്റൊരു സ്റ്റാൻഡ്, ചില സമയം പറഞ്ഞിട്ട് വേറൊരു സ്റ്റാൻഡ്. ഒരു സ്റ്റാൻഡ് ഇതുവരെ ചേച്ചി ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ചേച്ചിയുടെ ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെ ഇത് നോക്കിക്കോണം. ഒരു റിയാക്ഷൻ ചാനൽസിൻ്റെ അടുത്ത് ചോദിച്ച് അങ്ങോട്ട് ചോദിച്ച് തിരിച്ചു മേടിക്കുക. അങ്ങോട്ട് ചേച്ചി അങ്ങനെ ചൊറിയുമ്പോൾ അവർ തിരിച്ച് മാന്തി വിടും. ഈ ഒരു സംഭവം തന്നെ നടന്നു വരുന്നത്. രേണുസുധി ചേച്ചി ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ഒരിക്കലും അവർ തന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് വരത്തില്ല. ഒരിക്കലും ഈ രേണുസുധി എന്ന് പറഞ്ഞ ആളിനെ വ്യക്തിപരമായിട്ട് ഒരു റിയാക്ഷൻ ചാനൽസും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ല. ചേച്ചി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജസ് മാത്രമാണ് അവർ റിയാക്ട് ചെയ്തിടുന്നത്. അതിന് ചേച്ചി വിചാരിക്കുന്ന ചേച്ചി അങ്ങ് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുക, ചേച്ചിയെ പേഴ്സണലായിട്ട് മാത്രം ടാർഗറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് വന്ന് പറയുന്നത്. ഇപ്പോൾ താണ്ട് നമ്മുടെ ഡാനി സത്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടന് നേരെയും പിന്നെ അതുൽ ചേട്ടൻ്റെ നേരെയും വന്നിട്ടുണ്ട് നമ്മുടെ രേണു സുധി. എന്തോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഡയറക്ടറിൻ്റെ ഒരു വിഷയം വന്നപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഡയറക്ടർ ശരിയല്ല, പിന്നെ ഈ രേണു സുധി എന്ന് പറഞ്ഞാൽ ചേച്ചി അത്ര ശരിയൊന്നും അല്ല. പിന്നെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ. ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ല വീഡിയോ ഇട്ടിട്ടുള്ളൂ, നിരവധി യൂട്യൂബേഴ്സ് മാറിയും തിരിഞ്ഞും വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ നല്ല രീതിക്ക് തന്നെ വിവാദമായ ഒരു സംഭവം തന്നെ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. അതിന് ചേച്ചി അങ്ങ് ഒരുമാതിരി അങ്ങ് രൂക്ഷാകുലമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, നോക്കിക്കോ. നമസ്കാരം, രേണു സുധിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അതിനുള്ള ഉത്തരം ഞങ്ങൾ പറഞ്ഞുതരാം. അല്ല ഒരിക്കലും അല്ല. രേണു സുധി അല്ല ആദ്യമായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വനിത ചേച്ചിയാ. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വിവാദങ്ങൾക്കിരയായിപ്പെട്ട ഒരു ചേച്ചി. അതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് വെച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് ചേച്ചി വന്ന് ചോദിക്കുന്ന ഓരോരോ ന്യായങ്ങൾ കേട്ടോണേ. ഞാൻ അന്ന് ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ നിനക്കൊക്കെ? നാണം തിരിച്ചു ഇത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ പൊന്നി രേണു ചേച്ചി കുറച്ച് നാണം ഉണ്ടോ? കാരണം ഈ സോഷ്യൽ മീഡിയ വന്ന് എന്തൊക്കെയാ പറയുന്നത്, എത്ര പേര് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിടത്ത് സംസാരിക്കാവൂ. ചേച്ചി അപ്പോൾ ഈ യൂട്യൂബേഴ്സിനെ വെച്ച് റീച്ച് മേടിച്ച് കഞ്ഞി കുടിച്ചു പോയില്ലേ രേഷ്മ ചേച്ചി? എന്നിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിച്ചാനെ, എങ്ങനെ കഞ്ഞി കുടിച്ച് പോയേനെ? അവരൊന്നും വേറെ ടോപ്പിക് ഇടുന്ന രേഷ്മ ചേച്ചി കാണുന്നില്ല കേട്ടോ. രേഷ്മ ചേച്ചി എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കുമ്പം അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു. ചേച്ചി പറയുന്ന ആ രീതിയൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ചേച്ചിയെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യണം, ഞങ്ങൾക്ക് ആണെങ്കിൽ കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അത് കണ്ടന്റ് ആക്കി ഇടാൻ പറ്റൂ, പ്ലീസ് ദയവ് ചെയ്ത് ചേച്ചി അത് വീഡിയോ ചെയ്തിടണേന്ന് ഞങ്ങൾ നിർബന്ധിച്ച് ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. എൻ്റെ പൊന്നെ എന്തൊരു കടുപ്പമാണെന്ന് നോക്കിക്കോണേ ചേച്ചിയുടെ ഓരോരോ കാര്യങ്ങൾ. ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അറിയാവുന്ന തൊഴിൽ, അവിടാണ് എനിക്കൊന്ന് പറയാനുള്ളത്. ചേച്ചിക്ക് അറിയാവുന്ന തൊഴിൽ ഏത് അന്തസ്സായിട്ടാണ് ചേച്ചി ജീവിച്ചു പോകുന്നത്? അതായത് അറിയാവുന്ന തൊഴിൽ എന്തോന്ന് അറിയണ്ടേ? പാട്ട്, ഡാൻസ്, അഭിനയം. ചേച്ചിക്ക് അറിയാവുന്ന ആ ഒരു തൊഴിൽ ഏതാ ചേച്ചി ജീവിച്ചു പോകുന്നത്? അറിയാവുന്ന തൊഴിലെന്നാ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അറിയാവുന്ന തൊഴിൽ എന്നെ കൊണ്ട് ചുമ്മാ കരയിപ്പിക്കല്ലേ കേട്ടോ.
സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. എടാ നിനക്ക് അതുലിനോടാ ഇനി പറയാം, എടാ നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവം ആക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രൊമോഷൻ ആണ് കിട്ടുന്നത്. അങ്ങനെ ചേച്ചിക്ക് പ്രൊമോഷനാ കിട്ടുന്നെങ്കിൽ മിണ്ടാതെങ്കിൽ ഇരുന്നാ പോരെ. അതിന് പകരം ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് അതങ്ങ് വിവാദമാക്കുന്ന എന്തിനാ? നമ്മളൊരു സംരംഭം തുടങ്ങി അതിന് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. ഇവിടെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടുമ്പോൾ ചേച്ചി ആണെങ്കിൽ ഒന്ന് പറയുന്നത് എനിക്ക് പ്രൊമോഷനാ കിട്ടുന്നത് എങ്കിൽ പോലും നാണമുണ്ടോ നിനക്ക്? നാണം മനസ്സിലായോ? എടാ നാണം ഉണ്ടോടാ അതില്? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതില് നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്. മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യവാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. അവിടെ ആണെങ്കിൽ താണ്ട ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞതിന് ശേഷം ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സോറിന്ന്. ചേച്ചിയുടെ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. അതായത് ഇങ്ങനെ പറയാനുള്ളൊരു വാക്ക് പറഞ്ഞതിന് ശേഷം സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചേച്ചി ഉദ്ദേശം എന്ന് പറയുമ്പോൾ പറയാനുള്ളത് പറയുകയും വേണം, അതിൽ തൂങ്ങി പിന്നെ ആരും ചേച്ചി ചോദ്യം ചെയ്തുകൊണ്ട് വരികയും ചെയ്യില്ലേ. അപ്പൊ സോറി പറഞ്ഞാൽ എല്ലാം അങ്ങ് പൂർത്തിയാവൂല. ആ ഒരു രീതിയിലാണ് ചേച്ചി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. വീട്ടുകാരെ വലിച്ചിടുന്നതിന് ഞാൻ യോജിക്കത്തില്ല. ഇതേ കൂട്ട് തന്നെ ഈ ചേച്ചി നടത്തിയത് വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്നാളാണെങ്കിൽ ചേച്ചിയെ തങ്കുമാമനെ ആരണ്ട് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് ചേച്ചി രംഗത്ത് വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുമായിരുന്നു. എന്തിനാ വീട്ടിൽ ഇരിക്കുന്നവരെ വലിച്ചിടുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മാത്രമേ റിയാക്ട് ചെയ്യാവൂ, അതേ വീട്ടിൽ ഇരിക്കുന്നവരെ വലിച്ചിടേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന്. ഇവിടെ ചേച്ചി തന്നെ അതിന് താല്പര്യമില്ലെങ്കിൽ പിന്നെയും പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ ചേച്ചി ഇരുന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി എന്ത് ചെയ്താലും ശരി, ചേച്ചിയെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം തെറ്റ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതുപോലെ നിനക്ക് നിർത്താറായിട്ടില്ല ഇത്. സബ്സ്ക്രിപ്ഷൻ നീ വാദോരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത്. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്കും തന്നിട്ടുള്ളത്. മെത്തയോ? മെത്തയല്ലേ ചേച്ചി? മെറ്റ കേട്ടോ, മെറ്റ. ഇനി പറയുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ പറയണേ. എന്റെ ഇൻസ്റ്റഗ്രാമും എന്റെ മെറ്റ എനിക്ക് വേണ്ടി തന്നതാണ്. സാധാരണ സെലിബ്രിറ്റികൾക്ക് കൊടുത്തത് കൂട്ടി എനിക്ക് തന്നതാണ് എന്റെ മെറ്റ, എന്റെ ഇൻസ്റ്റഗ്രാമും. എനിക്ക് തരുമ്പോൾ മാത്രം എന്തോ നിങ്ങൾക്ക് ഇത്ര കുഴപ്പം? ബാക്കി എന്തോ ഒരു സെലിബ്രിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ പാവം ഒരു സെലിബ്രിറ്റി എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ എന്നാ ചേച്ചി അവിടെ പറയുന്നത്. സ്വന്തമായിട്ട് സെലിബ്രിറ്റി എന്ന് പറയുന്ന രേഷ്മി ചേച്ചിയുടെ ആ ഒരു തൊലിക്കട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ രേഷ്മി ചേച്ചിയുടെ തൊലിക്കട്ടിയെ കുറിച്ച് പണ്ടേ അറിയാവുന്നതുകൊണ്ട് അത്ഭുതപ്പെടാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ, പ്രത്യേകതയൊന്നുമില്ല. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. Oh my God, വാണിംഗ്. രേഷ്മി ചേച്ചി പറഞ്ഞതനുസരിച്ച് ഇനി കാര്യങ്ങൾ സംസാരിക്കത്തില്ല, ഇനി പ്രവൃത്തി മാത്രം എന്നാ രേഷ്മി ചേച്ചി ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ഇതിനെ തുടർന്നിട്ട് പിന്നെ രേഷ്മി ചേച്ചി വീഡിയോ ആയിട്ട് വരുമായിരിക്കും. കാരണം നമ്മൾ കണ്ടിരുന്ന കാര്യം തന്നെ ഇല്ലയോ? ഏതെങ്കിലും റിയാക്ഷൻ ചാനലിനെ പോയി കിടന്ന് ചൊറിയും, അവർ തിരിച്ച് മാന്തി വിടും, പിന്നെ കുറച്ച് ദിവസം സൈലന്റ് ആയിട്ടിരിക്കും, കുറെ നാൾ കഴിയുമ്പോൾ പിന്നെ അവരെ തന്നെ എടുത്ത് വെച്ച് ചൊറിയാൻ നിൽക്കും. ചേച്ചിക്കും പ്രശ്നം കണ്ടന്റ് ക്ഷാമം തന്നെ. കണ്ടന്റ് വേണ്ടേ? കണ്ടന്റ്. രേഷ്മി ചേച്ചിക്ക് എപ്പോഴും കത്തി ട്രെൻഡിങ് ലിസ്റ്റ് 1 കിടക്കണ്ടേ? അതായത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അപ്പൊ രേഷ്മി ചേച്ചിക്ക് കുറച്ച് കണ്ടന്റ്, പിന്നെ എടുത്ത് വെച്ച് ചേച്ചി റിയാക്ട് ചെയ്യും, അവരെടുത്ത് വെച്ച് തിരിച്ച് മാന്തി വിടും, പിന്നെയും കണ്ടന്റ്. ഈ ഒരു സംഭവം തന്നെ സോഷ്യൽ മീഡിയ നടന്നു വരുന്നത്. രേഷ്മി ചേച്ചി അതങ്ങ് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് പോകുന്നത് മാത്രം. രേഷ്മി ചേച്ചി വിചാരിക്കുന്നത് ചേച്ചിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ചേച്ചി ഇങ്ങനെ ഇടുമ്പോൾ അവർ റിയാക്ട് ചെയ്ത് വിടും, അപ്പോൾ ചേച്ചിക്ക് കുറച്ച് റീച്ച് കയറി. ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ചേച്ചിയുടെ വിചാരം. ഇത് മാത്രമല്ല, തീർന്നിട്ടില്ല. ഇതിനെ തുടർന്നിട്ട് ഇനിയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാൻ നോക്കിക്കോ. അല്ലേ, ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കും പോകാതെ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ആയിരുന്നു അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ആയിരുന്നു എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിനതാ.
ഞാൻ ഇരിക്കാം. അപ്പൊ ചേച്ചി പറഞ്ഞു വന്നത് എന്തോ പറയാനാന്ന് മനസ്സിലായല്ലോ. ഇത്രയും സംഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഇനി ചേച്ചിക്ക് ജോലിക്ക് പോകാനും കൂടെ വയ്യ. എനിക്ക് തോന്നുന്നില്ല ഇവര് ചെലവിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും രേഷ്മ ചേച്ചി വീട്ടിൽ കുത്തിരിക്കുന്നത്. കാരണം രേഷ്മ ചേച്ചിക്ക് എപ്പോഴും സെലിബ്രിറ്റി ആയിട്ട് തന്നെ നിൽക്കണം. സെലിബ്രിറ്റി ചേച്ചിക്ക് ഇങ്ങനെ ഫെയിമും സംഭവങ്ങളും എല്ലാം വേണം. ചേച്ചിക്ക് ഇങ്ങനെ അഭിനയിക്കാനും ആൽബത്തിനും ഇനാഗ്രേഷനും ഒക്കെ പാറി പറന്നങ്ങ് നടക്കണം. അതിന് ഉദാഹരണമല്ലേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ചേച്ചി ഇനാഗ്രേഷൻ എന്നും പറഞ്ഞങ്ങ് നടക്കുക. മക്കളെയും കാണേണ്ട ആരെയും കണ്ട. ബിഗ് ബോസിൽ നിന്നപ്പോൾ പറഞ്ഞത് എനിക്ക് മക്കളെ കാണണമെന്ന്. പക്ഷേ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ മക്കളെ കണ്ട് ഇനാഗ്രേഷൻ മാത്രം മതി. ഈ ഒരു സംഭവം തന്നെ ഇനി മെയിനായിട്ടുള്ള ഒരു എക്സാമ്പിൾ. രേഷ്മ ചേച്ചിക്ക് എപ്പോഴും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കണം. അത് തന്നെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം. സെലിബ്രിറ്റി വലിയ സെലിബ്രിറ്റി രേഷ്മ ചേച്ചി. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോകും. അപ്പൊ നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നോണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുനൊക്കെ എടുത്തിട്ട് ഇറക്കി കയറ്റുന്നത്. എടാ അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച് പോട്ടടേ എങ്ങനെയാലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ചേച്ചി തന്നെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം നല്ല ഒരു റിയാക്ഷൻ ചാനൽസ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അയാളോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യത്തില്ല. അവർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും അതേകൂട്ടി ഇവർ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജസും അങ്ങനെ അവർ കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോമാളിത്തരത്തിന് മാത്രമേ എടുത്ത് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ റിയാക്ട് ചെയ്തിടത്തുള്ളൂ. അല്ലാതെ ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ഒരിക്കലും അവർ ചോദ്യം ചെയ്യത്തില്ല. എന്തൊക്കെ കോപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്നത്, അതിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവരെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്നത്. ചേച്ചി വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ചേച്ചിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരങ്ങ് വീഡിയോ ചെയ്യുവാന്ന് ഒരിക്കലും ഇല്ല. രേഷ്മ ചേച്ചി കാണിക്കുന്ന ഓരോരോ വിവരക്കേടിനെ മാത്രമേ ഇവരൊക്കെ എടുത്ത് വെച്ച് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നുള്ളൂ. അത് എങ്ങനെ മറ്റുള്ളവരിലോട്ടും കൂടെ എത്തിക്കുക, അതായത് സാധാരണക്കാരുടെ ശബ്ദമായി എങ്ങനെ സംസാരിക്കുക, ആ ഒരു രീതിയിൽ ആ റിയാക്ഷൻ ചാനൽസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി റിയാക്ഷൻ ചാനലിന്റെ അർത്ഥം മനസ്സിലാക്കി ചേച്ചി ഇനിയുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാം. ഇതങ്ങ് ചേച്ചി ആണെങ്കിൽ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് വ്യക്തിവൈരാഗ്യം ക്രിയേറ്റ് ചെയ്ത് അവരെ എടുത്ത് മാത്രം അങ്ങ് റിയാക്ട് ചെയ്യാൻ നിൽക്കുക. ചേച്ചിക്കും പ്രശ്നം കണ്ടന്റ് തന്നെ. എന്തായാലും ഇതിനെ തുടർന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കാം. രേഷ്മ ചേച്ചിയുടെ ഈ ഒരു സ്വഭാവത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പ്ലീസ് കമന്റ് ഓൺ കമന്റ് ബോക്സ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.